ഹലോ, വെൽക്കം ബാക്ക് ടു മനോരമ ഹൊറൈസൺ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോൺസിനെ കുറിച്ചും മൂവ്മെന്റ്സിനെ കുറിച്ചും നമ്മളെ മൂവ്മെന്റ്സിനെ സാധ്യമാക്കുന്ന മസിൽസിനെ കുറിച്ചും കുറെ മസിൽസിന്റെ ടൈപ്സ് ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഒരു സെഷനിൽ എന്താണ് മൂവ്മെന്റ്, എന്താണ് ലോക്കോമോഷൻ, മൂവ്മെന്റും ലോക്കോമോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് പഠിച്ചാലോ? എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സെഷനിലോട്ട് കടക്കാം. ഇവിടെ നിങ്ങൾക്കൊരു മീൻ വറുത്തത് കാണാം അല്ലേ? എന്ത് മീനാണെന്ന് എന്നോട് ചോദിക്കരുത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും മീൻ വറുത്തൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ട് കായലിൽ പോയി പിടിക്കുന്ന മീനുകളും അതൊക്കെ നമ്മുടെ വീട്ടില് അമ്മമാരിങ്ങനെ കുക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് തരും. മീൻ കറി ആവട്ടെ, മീൻ വറുത്തതാവട്ടെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അല്ലെ? കുറച്ച് മസാലയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കാൻ എല്ലാവർക്കും പറയുമ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരിക. അപ്പം അതൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അല്ലെ. അപ്പം ഈ മീൻ വറുത്തത് നിങ്ങൾ ഒബ്സർവ് ചെയ്താല് നമുക്ക് മീൻ വറുത്തതിനെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. നമ്മളൊരു മീനിനെ ഒബ്സർവ് ചെയ്താല് നിങ്ങൾ അവരുടെ സ്കെൽട്ടൻ നിങ്ങൾ നോക്കുമ്പോ മസിൽസിന്റെ ഉള്ളിലാണോ മസിൽസിന്റെ പുറത്താണോ നിങ്ങൾക്ക് സ്കെൽട്ടൻ കാണാൻ പറ്റുക? ഈ ഒരു മീൻ വറുത്തത് കൺസിഡർ ചെയ്യാം. ഇവിടെ ഇതാണല്ലോ ഇതിന്റെ സ്കെൽട്ടൻ എന്ന് പറയുന്നത് അല്ലേ? ഇവിടുത്തെ സ്കെൽട്ടൻ ഇതല്ലേ? ഈ സ്കെൽട്ടന്റെ പുറത്തല്ലേ മസിൽസ് കാണുന്നത് അല്ലേ? മീനിന്റെ മസിൽസ് എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് അല്ലേ? അപ്പം സോ ദ മസിൽസ് ആർ സീൻ ഇൻസൈഡ്, അങ്ങനെയാണോ? അതോ സ്കെൽട്ടൻ ഇസ് സീൻ ഇൻസൈഡ് മസിൽസ് എന്നാണോ നമ്മൾ പറയുക? സ്കെൽട്ടൻ ഈസ് സീൻ ഇൻസൈഡ് മസിൽസ് അല്ലേ? അപ്പം ഈ ഒരു അറേഞ്ച്മെന്റിനെ, ഈ ഒരു ടൈപ്പ് ഓഫ് സ്കെൽട്ടനെ നമ്മൾ എൻഡോസ്കെൽട്ടൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എൻഡോസ്കെൽട്ടൻ എന്നാണ് പറയുന്നത്. അതായത് ദ സ്കെൽട്ടൻ സീൻ ഇൻസൈഡ് മസിൽസ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഓർഗാനിസംസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ഫിഷിൽ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ സ്കെൽട്ടൻ കാണുന്നത് മസിൽസിന്റെ ഉള്ളിലായിരിക്കും, മസിൽസിന്റെ ഇന്നർ സൈഡിലായിരിക്കും നമ്മൾ ഫിഷിന്റെ ഒക്കെ കേസിൽ സ്കെൽട്ടൻ കാണുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ എങ്ങനെയാ? നമ്മുടെ പുറത്ത് തന്നെയാണ് മസിൽസ്. ആ മസിൽസിന്റെ ഒക്കെ ഉള്ളിലായിരിക്കും നമ്മുടെ സ്കെൽട്ടൻ എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുക അല്ലെ? ഈ സ്കെൽട്ടൻ സ്ട്രക്ചർ ഒക്കെ നമുക്ക് മസിൽസിന്റെ ഒക്കെ ഉള്ളിലായിട്ടായിരിക്കും. മസിൽസ് ഒക്കെ ഇതിനെ ചുറ്റിയാണ് ഇരിക്കുന്നത് അല്ലെ? അതേപോലെ തന്നെ നമ്മൾ ഫ്രോഗിനെ കൺസിഡർ ചെയ്യുക. ഫ്രോഗിന്റെ കേസിലും അങ്ങനെ തന്നെ, ആംഫിബിയൻസിന്റെ കേസിലും ഒക്കെ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? സ്കെൽട്ടൻ ഇസ് സീൻ ഇൻസൈഡ് മസിൽസ്. അപ്പം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്കെൽട്ടനെയാണ് നമ്മൾ എൻഡോസ്കെൽട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ എൻഡോസ്കെൽട്ടൻ ആണ് നമുക്ക് ഈ ഒരു ഓർഗൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അപ്പൊ എൻഡോസ്കെൽട്ടന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്കെൽട്ടൻ ഈസ് സീൻ ഇൻസൈഡ് മസിൽസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി എൻഡോസ്കെൽട്ടൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹാർഡ് പാർട്ട് വിച്ച് ഇസ് ദി ഇന്റേണൽ സപ്പോർട്ട് ഓഫ് ദി സ്ട്രക്ചർ. ആ ഒരു സ്ട്രക്ചറിനെ, ഇപ്പൊ ഒരു ഹ്യൂമൻ ബോഡി എങ്കിൽ ഹ്യൂമൻ ബോഡീനെ അതിനെ ഇന്റേണലി അതിനെ ആ ഒരു ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്കെൽട്ടൻ ഹെൽപ്പ് ചെയ്യും അല്ലെ? സോ ദിസ് ഇസ് ദി ഹാർഡസ്റ്റ് പാർട്ട്, which is the internal support of the structure, and it gives shape, support and protection to the body. നമുക്ക് ഈ എല്ലൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ മാക്സിമം എത്ര ഇടി കൊണ്ടാലും നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അല്ലെ? സോ നമ്മുടെ ബോഡിക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ ബോൺ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ഷേപ്പ്, നമ്മുടെ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, ആൻഡ് ഇറ്റ് ഓൾസോ ഗീവ്സ് us പ്രൊട്ടക്ഷൻ ടു ദി ബോഡി. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സീൻ ഇൻ ഓൾ വേർട്ടിബ്രേറ്റ്സ്. നമ്മുടെ വേർട്ടിബ്രേറ്റ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ വേർട്ടിബ്രേറ്റയിലും വി ക്യാൻ സീ എൻഡോസ്കെൽട്ടൻ. ഓക്കെ, സച്ച് എസ് മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഫിഷ് ആൻഡ് ആംഫീബിയൻ. സോ ഇങ്ങനെയുള്ള വേർട്ടിബ്രേറ്റ്സ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഒബ്സർവ് എന്താ? എൻഡോസ്കെൽട്ടൻ അല്ലെ? അപ്പൊ ഈ എൻഡോസ്കെൽട്ടൻ നമ്മളിപ്പോ പഠിച്ചു. ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എൻഡോസ്കെൽട്ടന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എൻഡോയുടെ ഓപ്പോസിറ്റ് എന്നാ? എക്സോ. സോ എക്സോസ്കെൽട്ടൻ. നമുക്ക് എക്സോസ്കെൽട്ടൻ എന്നാന്നും കൂടെ നോക്കാം. ഇപ്പോ നമ്മള് സ്നെയിൽ ഒബ്സർവ് ചെയ്യാം. ഒരു ഒച്ചൊക്കെ നമുക്ക് ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കാണാം ഈ ഭിത്തിയെ കൂടെ ഒക്കെ നമ്മുടെ പുറത്തുള്ള ഭിത്തിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നൊക്കെ കാണാം. നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് ഒരു ഇത്തിരി ഡിസ്കസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും അല്ലെ? പക്ഷെ അപ്പൊ ഈ ഒച്ചിനെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ആ ഒച്ചിന്റെ പുറത്തൊരു ഷെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അല്ലേ? ആ ഒച്ചിന്റെ പുറത്ത് നിങ്ങൾക്ക് ഷെല്ല് കാണാൻ പറ്റും. അത് ഒച്ചിന്റെ തന്നെ ഒരു പാർട്ടല്ലേ? അത് ആ സ്നെയിലിന്റെ ബോഡിയുടെ ഒരു പാർട്ടല്ലേ ആ ഒരു കക്ക അല്ലെങ്കിൽ ആ ഒരു ഷെല്ല് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അത് അവരുടെ സ്കെൽട്ടൺ ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്, അവരുടെ ബോഡിയുടെ പുറത്താണ് കിടക്കുന്നത്, അവരുടെ മസിൽസിന്റെ പുറത്തായിട്ടാണ് അവരുടെ സ്കെൽട്ടൺ കാണുന്നത്, അല്ലേ? അതേപോലെ വേറെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കൺസിഡർ ചെയ്താൽ എട്ടുകാലിയുടെ ഒക്കെ ഇത് ഈ ഒരു ഇവിടെ പുറത്തുള്ള ഓരോ സ്കെൽട്ടൺ ഒക്കെ പറയുന്നത് ഇറ്റ് ഈസ് എക്സോ സ്കെൽട്ടൺ. ഓക്കെ, അതേപോലെ തന്നെ പ്രോൺസ് നമ്മൾ കുക്ക് ചെയ്തൊക്കെ കഴിക്കാറുണ്ട്, അല്ലെ? അപ്പൊ പ്രോൺസ് ഒക്കെ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് എന്താ ചെയ്യുക, ആ പുറത്തുള്ള ഈ ഒരു സ്ട്രക്ചറൊക്കെ, ഈ ഒരു സ്കെൽട്ടൽ സ്ട്രക്ചറൊക്കെ ഇങ്ങനെ എടുത്ത് കളയും, അല്ലെ? സോ അതൊക്കെ എന്താണ്, അതൊക്കെ അവരുടെ സ്കെൽട്ടന്റെ ഒരു ഭാഗമാണ്, അല്ലെ? ഈ പർട്ടിക്കുലർ ഭാഗം ഇതൊക്കെ അവരുടെ സ്കെൽട്ടന്റെ ഒരു ഭാഗമാണ്. സോ അതേപോലെ തന്നെ നമ്മൾ ക്രാബ് കൺസിഡർ ചെയ്യുക. ക്രാബിന്റെ ഒക്കെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ക്രാബ് ചിലർക്കൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെ? അപ്പൊ ക്രാബൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് നല്ലോണം അതിന്റെ ഉള്ളിൽ നിന്ന് ദശെടുത്ത് കഴിക്കണം എന്നാ പറയുന്നത്. ഭയങ്കര പാടാ ക്രാബ് കഴിക്കാൻ, അല്ലെ? നിങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര പാടാ ക്രാബ് കഴിക്കാനായിട്ട്. പക്ഷെ നല്ല ടേസ്റ്റി ആണെന്നാണ് എനിക്ക് പറയുന്നത്. സോ അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മസിൽസ് എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ദശയാണ് നമ്മൾ കഴിക്കുന്നത്. സോ അപ്പൊ ഇവരുടെ പുറത്തൊക്കെ കാണുന്നത് തന്നെ ഇവരുടെ സ്കെൽട്ടന്റെ ഭാഗമാണ്, അല്ലെ? ഇതൊക്കെ സ്കെൽട്ടന്റെ ഭാഗമാണ്. സോ ഇതിനെയാണ് നമ്മൾ എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഓർഗാൻസിൽ കൂടുതലും കാണുന്നത് ഇൻസെക്ട്സിലൊക്കെയാണ് കാണുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഓർഗാൻസിൽ കാണുന്ന സ്കെൽട്ടൻ, അതിനെയാണ് നമ്മൾ എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. സോ എക്സോസ്കെൽട്ടന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ സ്കെൽട്ടൻ, ദിസ് ഈസ് ദി എക്സ്റ്റേണൽ സ്കെൽട്ടൻ ദാറ്റ് സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ആൻ ആനിമൽസ് ബോഡി. ഒരു ആനിമലിന്റെ ബോഡീനെ എക്സ്റ്റേണലി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണലി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ സ്കെൽട്ടൻ ആണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്കെൽട്ടൻ ആണ് എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. അതേപോലെ ഇത് കൂടുതലും കാണുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിലാണ്. സോ ഇൻവെർട്ടിബ്രേറ്റ് നോക്കിയാലാണ് ഈ എക്സോസ്കെൽട്ടൻ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻവെർട്ടിബ്രേറ്റിൽ തന്നെ insects ആണ്. Okay, insects are the largest group of animals that have an exoskeleton. Exoskeleton കാണുന്ന ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത് ഇൻസെക്ട്സിലാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഇൻസെക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എക്സോസ്കെൽട്ടൻ ആയിരിക്കും അവരിൽ കാണാൻ പറ്റുന്നത്. സ്പൈഡേഴ്സ് ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? ഇനി ഓർഗാനിസംസ് ദാറ്റ് ഹാവ് എൻഡോസ്കെൽട്ടൻ ഓൾസോ പൊസസ് റെമനൻസ് ഓഫ് എക്സോസ്കെൽട്ടൻ. ഇത് ശരിയാണോ? ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കിയേ, ഓർഗാനിസംസ് ദാറ്റ് ഹാവ് എൻഡോസ്കെൽട്ടൻ ഉള്ള ഓർഗാനിസം ദേ ഓൾസോ പൊസസ് റെമനൻസ് ഓഫ് എക്സോസ്കെൽട്ടൻ. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് ആമകളെ ഇഷ്ടമാണോ? ടോർട്ടിസിനെ ഇഷ്ടമാണോ? ഈ ടോർട്ടിസിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവരുടെ പുറത്ത് നിങ്ങൾക്ക് വലിയൊരു ഷെല്ല് കാണാം, അല്ലെ? ഈ ഷെല്ലിന്റെ ഉള്ളിലോട്ടാണ് ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേന് ഇവരുടെ തല ഇങ്ങനെ ഒളിപ്പിച്ച് റിട്രാക്ട് ചെയ്ത് ഉള്ളിലോട്ട് പിടിക്കുന്നത്. നമ്മളൊക്കെ ടോർട്ടിസിനൊക്കെ പിടിക്കാൻ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ടോർട്ടിസിനെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ പെട്ടെന്ന് ആ ഒരു പുറത്തുനിന്നുള്ള ഒരു സിഗ്നൽ അവർക്ക് കിട്ടി അവർ പെട്ടെന്ന് ആ തല അവർ ഉള്ളിലോട്ട് റിട്രാക്ട് ചെയ്യും, അല്ലെ? അപ്പം ഈ ഔട്ടർ മോസ്റ്റ് ആ ഒരു ഹാർഡ് ഷെല്ലിന്ന് ഭയങ്കര കട്ടിയായല്ലേ, അത് ഭയങ്കര നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ നമുക്കറിയാം അതിന്റെ ഹാർഡ്നെസ് എന്തോരാണെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവരുടെ എക്സോസ്കെൽട്ടൻ ആണ്. അതേപോലെ തന്നെ അവർക്കുള്ളിൽ അവരുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവരുടെ ഇന്റേണൽ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവർക്ക് വേറൊരു സ്കെൽട്ടൽ സ്ട്രക്ചറും കൂടെ അവരുടെ ബോഡിയിലുണ്ട്. സോ ദേ ഹാവ് ആൻ ഔട്ടർ ഹാർഡ് ഷെൽ ആൻഡ് ഓൾസോ ദ സ്കെൽട്ടൻ ഇൻസൈഡ് ദെയർ ബോഡി. ഓക്കെ, അപ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസ് കൺസിഡർ ചെയ്താലും നമുക്ക് മനസ്സിലാവും, നമ്മളുടെ ഉള്ളില് വി ഹാവ് എ സ്കെൽട്ടൽ സ്ട്രക്ചർ. പക്ഷെ നമ്മുടെ ബോഡിയുടെ പുറത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ മുടിയൊക്കെ ഇല്ലേ, നിങ്ങളുടെ നഖം, ഇതെല്ലാം നിങ്ങളുടെ എക്സോസ്കെൽട്ടന്റെ ഭാഗമാണ്. അപ്പം ഹ്യൂമൻ ബീങ്സിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളും we have endoskeleton and we also possess remnants of exoskeleton too. Okay, മനസ്സിലായില്ലേ?
സോ നമ്മൾ ഇവിടെ കുറച്ച് ഓർഗാനിസംസ് പറയുന്നു, അവരുടെ എക്സോസ്കെൽറ്റന്റെ പാർട്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഹ്യൂമൻ ബീങ്സിന്റെ കേസ് ടീച്ചർ ഇപ്പൊ പറഞ്ഞു, നെയിൽസ് ഉണ്ട്, നമുക്ക് പിന്നെ മുടിയും ഉണ്ട് അല്ലെ. ഈ നെയിലും ഹെയറും ഒക്കെ നമ്മുടെ എക്സോസ്കെൽറ്റന്റെ ഒരു ഭാഗമാണ്. അതേപോലെ റെപ്റ്റൈൽസ് കൺസിഡർ ചെയ്താൽ അവരുടെ ബോഡിയിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളിപ്പോ ഒരു മുതലേനെ നിങ്ങൾ നോക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്നേക്കിനെ നിങ്ങൾ നോക്കുകയാണ്, ഇവരൊക്കെ റെപ്റ്റൈൽസ് അല്ലേ. സോ ഇവരൊക്കെ നിങ്ങൾക്ക് ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ബോഡിയുടെ പുറത്ത് അവർക്ക് സ്കെയിൽസ് ഉണ്ട് അല്ലെ. അവർ സ്കെയിൽസ് അവരുടെ ബോഡിയുടെ സർഫസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ അവരുടെ എക്സോസ്കെൽറ്റന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ദേ ഹാവ് നെയിൽസ്, അതും അവരുടെ എക്സോസ്കെൽറ്റന്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ബേർഡ്സിനെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ അവർക്ക് ദേ ഹാവ് ഫെദർ. ഓക്കെ, അവർക്ക് ചിറകുകളുണ്ട്. അതേപോലെ ദേ ഹാവ് നീൽ, ദേ ഹാവ് ബീക്ക്, അവരുടെ കൊക്ക്, ബീക്ക്. സോ ഇതെല്ലാം അവരുടെ എക്സോസ്കെൽറ്റന്റെ ഭാഗമാണ്. പിന്നെ ഫിഷസ് കൺസിഡർ ചെയ്താൽ അവരുടെ സ്കെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഈ സ്കെയിൽസ് ഒക്കെ അവരുടെ എക്സോസ്കെൽറ്റന്റെ ഭാഗമാണ്. ഈ എക്സോസ്കെൽറ്റൻ നിങ്ങളൊന്ന് കോമൺ ആയിട്ട് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തേ. ഈ എക്സോസ്കെൽറ്റൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. എക്സോസ്കെൽറ്റനെ നമുക്ക് പ്രിസർവ് ചെയ്താൽ വെക്കാൻ പറ്റുന്ന നമ്മുടെ സ്കെൽറ്റൻ എങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുമോ അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന നെയിലും ഹെയറും ഇതെല്ലാം നിങ്ങൾക്ക് എന്താ ഒരു ഫോസിൽസ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും, നിങ്ങൾക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഓർഗാനിസംസ് ദാറ്റ് പോസസ് എൻഡോസ്കെൽറ്റൻ ഓൾസോ പോസസ് റെപ്സ്, അതായത് ചെറിയ അംശത്തിൽ ദേ ഓൾസോ പോസസ് എക്സോസ്കെൽറ്റൻ ടു. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസും നിങ്ങൾ കണ്ടു. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാമോ കുറച്ച് ഓർഗാനിസംസിലൊക്കെ അവരുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ലൊക്കോമോഷൻ നടക്കണമെങ്കിൽ അവർക്ക് സ്കെൽട്ടൺ വേണമെന്നൊന്നും ഇല്ല. നമ്മൾ കൺസിഡർ ചെയ്താൽ, അതായത് ഹ്യൂമൻ ബീങ്സിന്റെ കേസ് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഫ്രോഗിന്റെ കേസ് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഫിഷിന്റെ കേസ് കൺസിഡർ ചെയ്താൽ, നമുക്കെല്ലാം ഒരു ഇന്റേണൽ സ്കെൽട്ടൺ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്കെൽട്ടൺ ഉണ്ട്. നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനും ലൊക്കോമോഷന് ഹെൽപ്പ് ചെയ്യാനും മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വി ഹാവ് സ്കെൽട്ടൺ. പക്ഷെ ചില ലോവർ ഓർഗാനിസംസ് കൺസിഡർ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അവർക്ക് സ്കെൽട്ടൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇല്ല, എന്നാൽ പോലും അവർക്ക് ലൊക്കോമോഷൻ നടക്കുന്നുണ്ട്, അവരുടെ മൂവ്മെന്റ് അവർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് പാരമീസിയം. ഇവിടെ നിങ്ങൾക്ക് പാരമീസിയത്തെ കാണാം. ഓക്കെ, ഈ പാരമീസിയം എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. എന്താണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? എന്താണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? ദേ ഹാവ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, അതായത് അവർക്ക് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരെ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു ലോവർ കാറ്റഗറിയിലുള്ള ഓർഗാനിസം ആണ് പാരമീസിയം എന്ന് പറയുന്നത്. സോ പാരമീസിയം യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. അപ്പൊ പാരമീസിയത്തിൽ എങ്ങനെയാണ് സ്കെൽട്ടൺ ഇല്ലാതെ ലൊക്കോമോഷൻ, അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവർക്ക് ഈ ബോഡിയുടെ പുറത്തായിട്ട് അല്ലെങ്കിൽ ബോഡിയുടെ സർഫസിലായിട്ട് ചെറിയ ചെറിയ രോമം നിങ്ങൾക്ക് കാണാം അല്ലെ. അതിനെയാണ് നമ്മൾ സീലിയ എന്ന് പറയുന്നത്. സീലിയ, ചെറിയ സ്മോൾ hair like outgrowths അല്ലെങ്കിൽ small hair like structures, filaments seen on this body surface of paramecium. അതിനെയാണ് നമ്മൾ സീലിയ എന്ന് പറയുന്നത്. അപ്പൊ സീലിയ ആണ് ഇവരെ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നത്. പാരമീസിയത്തിൽ സീലിയ ആണ് ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സീലിയക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ വീട് അടിച്ചു വരുമ്പോൾ നമ്മൾ ചൂലെടുത്താണല്ലേ അടിക്കുന്നത്. അപ്പൊ ഈ ചൂലൊക്കെ എടുക്കുമ്പോൾ എന്തിനാ ചൂലുകൊണ്ട് അടിക്കുന്നത്? ഈ പൊടിയെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് അതിനെ സ്വീപ്പ് ചെയ്ത് നമ്മളൊരു സ്ഥലത്തോട്ട് ആക്കി വിടുവാണ് അല്ലെ. അപ്പം ഇവിടെയും സീലിയ ആ സെയിം ഒരു ഫംഗ്ഷനും കൂടെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇവിടെ സീലിയക്ക് ലൊക്കോമോഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒഴിച്ച് വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓറൽ ഗ്രൂവ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂവ് ലൈക്ക് സ്ട്രക്ചർ കാണാം അല്ലെ. ഇതിനെയാണ് നമ്മൾ ഓറൽ ഗ്രൂവ് എന്ന് പറയുന്നത്. ഈ ഓറൽ ഗ്രൂവിലോട്ട് പുറത്തുനിന്ന് നമുക്ക് ഇവിടെ കിട്ടുന്ന ഫുഡ് പാർട്ടിക്കിൾസിനെ ഈ സീലിയ ഉപയോഗിച്ചാണ് അവർ അകത്തോട്ട് കയറ്റി വിടുന്നത്. മനസ്സിലായോ? സീലിയ ഉപയോഗിച്ചാണ് അവർ അകത്തോട്ട് കയറ്റി വിടുന്നത്. അവർക്ക് ഭക്ഷണം വേണമല്ലോ ജീവിക്കാനായിട്ട്. സോ ഈ പറയുന്ന ഫുഡ് പാർട്ടിക്കിൾസിനൊക്കെ അവർ ഈ ഓറൽ ഗ്രൂവിലൂടെ സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അടിച്ചടിച്ച് വിടുവാണ് ഉള്ളിലോട്ട്. ഈ സീലിയ വെച്ചിട്ട് ഫുഡ് പാർട്ടിക്കിൾസിനെ അവർ ഉള്ളിലോട്ട് സ്വീപ്പ് ചെയ്ത് ഉള്ളിലോട്ട് വിടുവാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഈ രണ്ട് ഫങ്ഷൻസ് ആണ് സീലിയക്ക് പാരമീസിയത്തിലുള്ളത്. ഓക്കെ, സോ പാരമീസിയം എന്ന് പറയുന്നത് യുക്കാരിയോട്ടിക് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്.
ആൻഡ് ഇവിടെ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് സീലിയ. Cilia are small, slender, hair-like protein filaments seen on the cell surface. നമ്മൾ പറഞ്ഞു. ഇനി it helps the paramecium in moving or locomotion. അവരുടെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് cilia. In addition, they also, ഈ cilia also helps the organism to move its food to the oral cavity. So ഈ oral cavity അല്ലെങ്കിൽ oral grooveലോട്ട് ഫുഡിനെ മൂവ് ചെയ്യാനായിട്ടും ഈ cilia അവര് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? സോ പാരമീസിയത്തിൽ എങ്ങനെയാണ് ലോക്കോമോഷൻ നടക്കുന്നത്? സീലിയ വഴി. ഓക്കെ, നൗ ഇത് യൂഗ്ലീന വേറൊരു ലോവർ ഓർഗാനിസം ആണ്. ഓക്കെ, ഈ യൂഗ്ലീനിൽ നിങ്ങൾക്ക് ഇതുപോലെ ബോഡിയിൽ സീലിയ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? പകരം ഇവർക്കൊരു ലോങ് ഫിലമെന്റ് സ്ട്രക്ചർ ആണ് ഉള്ളത്. ഇവർക്കൊരു ലോങ് വിപ്പ് ലൈക്ക് ഫിലമെന്റ് ആണ് ഇവർക്ക് കാണാൻ പറ്റും. ഒരൊറ്റ ഒരെണ്ണം മതി ഇവർക്ക് മൂവ് ചെയ്യാനായിട്ട്. സോ ഇത് പക്ഷേ ലോങ് ആയിരിക്കും. നമ്മൾ സീലിയനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ സീലിയ ചെറിയ 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 ഹെയർ ലൈക്ക് ഗ്രോത്ത്സ് ആണ്. പക്ഷേ ഈ ഫ്ലജല്ല എന്ന് പറയുന്നത്, സോ ദിസ് ഈസ് കോൾഡ് ഫ്ലജല്ല. ഓക്കെ, ഈ ലോങ് ഫിലമെന്റ് തന്നെയാണ് നമ്മൾ ഫ്ലജല്ല എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് ഫ്ലജല്ല ആൻഡ് ദേ ആർ unicellular microorganisms that have a flexible body. യൂഗ്ലീനയ്ക്ക് they have flexible body. അവർ unicellular microorganisms ആണ്. And the locomotory structures of euglena are flagella. നമ്മൾ പറഞ്ഞു flagella ആണ് ഇവരുടെ locomotory structure. And these flagella are long whip-like protein filaments. Cilia are small, slender. അല്ലേ? പക്ഷേ flagella എന്ന് പറയുന്നത് they are long whip-like protein filaments. ഓക്കെ, സോ യൂഗ്ലീനയില് ലൊക്കോമോഷൻ നടക്കുന്നത് ഫ്ലജല്ല വഴിയാണ്. ഇനി earthworms ഒന്ന് കൺസിഡർ ചെയ്തേ. മണ്ണിര എന്നൊക്കെ പറയുന്നത് ഫാമേഴ്സ് ഫ്രണ്ട് എന്നാ പറയുന്നത് അല്ലെ? നമ്മുടെ കൃഷിക്കാരുടെയൊക്കെ ഫ്രണ്ടാണ് മണ്ണിര എന്നാ പറയുന്നത്. അവര് സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. ഓക്കെ, സോ earthwormല് അവരുടെ ലൊക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മസിൽസ് ഉണ്ട്. Okay, so they have two types of muscles in earthworm. ഒന്ന് സർക്കുലർ മസിലും ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ മസിലും. അതായത് ഇപ്പൊ ഈ ഒരു earthwormനെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് സർക്കുലർ, ബോഡിക്ക് റൗണ്ട് ആയിട്ട് സർക്കുലർ ആയിട്ടുള്ള മസിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള മസിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ സർക്കുലർ മസിൽ ഇങ്ങനെ മാറുന്നതനുസരിച്ച് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന റിലാക്സ് ചെയ്യുന്നതനുസരിച്ചാണ് അവർ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞു പോകുന്നത്. മനസ്സിലായോ? സോ ആ ഒരു രണ്ട് മസിൽസിന്റെ കോർഡിനേഷൻ വഴിയാണ് അവർക്ക് എഴഞ്ഞു പോവാൻ സാധിക്കുന്നത്. ഈ earthworm മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് ബാക്കിലത്തെ പോർഷൻ അവർ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ബാക്കിലത്തെ പോർഷൻ ഇന്ന് ബെൻഡ് ചെയ്യും, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. സോ അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഒരു മൂവ്മെന്റ് പോസിബിൾ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ സർക്കുലർ ആയിട്ടുള്ള മസിൽസ് വർക്ക് ചെയ്യണം, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള മസിൽസ് അവിടെ വർക്ക് ചെയ്യണം അല്ലെ? എങ്കിലല്ലേ അതിന്റെ കോർഡിനേഷൻ വഴി അവർക്ക് അങ്ങനത്തെ മൂവ്മെന്റ് സാധ്യമാകുള്ളൂ. സോ there are two types of muscles in earthworm: circular muscle and longitudinal muscle. Now, and rhythmic contraction and relaxation of these muscles results in locomotion. അവരുടെ rhythmic ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു താളത്തിലുള്ള കൺട്രാക്ഷൻ റിലാക്സേഷനും വഴിയാണ് അവർക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ ലോക്കോമോഷൻ പോസിബിൾ ആവുന്നത്. ആൻഡ് they have another structure source for their locomotion. സീറ്റേ അല്ലെങ്കിൽ ബ്രിസിൽസ് എന്ന് പറയും. ഈ സീറ്റേ എന്ന് പറയുന്ന അവരുടെ ഈച്ച് ആൻഡ് എവറി സെഗ്മെന്റിലും കാണാൻ പറ്റും. സീറ്റേ എന്ന് പറയുന്നത് അവരുടെ ഈച്ച് ആൻഡ് എവറി സെഗ്മെന്റിലും വി ക്യാൻ ഒബ്സർവ് സീറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ സീറ്റയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ they are tiny structures located on each segment and they prevent the earthworm from slipping backward. അവർ ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവർ ബാക്ക്വേർഡ് പോവാണ്ടിരിക്കാൻ, പുറകോട്ട് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് സീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ earthwormന്റെ കേസ് ഇപ്പൊ പറഞ്ഞു. earthwormന് ടു ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്. സർക്കുലർ മസിലും ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ മസിലും ഉണ്ട്. അവരുടെ കൺട്രാക്ഷൻ റിലാക്സേഷൻ വഴിയാണ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അവർക്കുള്ള വേറെ സ്ട്രക്ചർ ആണ് സീറ്റ. അപ്പൊ സീറ്റ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് എല്ലാ സെഗ്മെന്റിലും കാണാൻ പറ്റും. ആൻഡ് അവരുടെ മൂവ്മെന്റിനിടയ്ക്ക് ബാക്കിലോട്ട് സ്ലിപ്പ്
സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് സീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു നേച്ചറിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലെ, നിങ്ങൾക്ക് ഒരു നേച്ചർ കാണാൻ പറ്റും. ഇവിടെ എന്താണ്, ബട്ടർഫ്ലൈനെ കാണാം, നിങ്ങൾക്ക് ഒരു ചെടീനെ കാണാം അല്ലെ. അപ്പൊ ഇവിടെ ബട്ടർഫ്ലൈ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബട്ടർഫ്ലൈ മൂവ് ചെയ്യുവോ ലോക്കോമോഷൻ ആണോ അവർക്ക് നടക്കുന്നത്? അവർക്ക് മൂവ്മെന്റ് ആണോ ലൊക്കോമോഷൻ ആണോ നടക്കുന്നത്? യെസ്, കറക്റ്റ് ആണ്, യു സെഡ് ഇറ്റ് റൈറ്റ്. ബട്ടർഫ്ലൈക്ക് മൂവ്മെന്റും നടക്കും ലോക്കോമോഷനും നടക്കും അല്ലേ? എന്താണ് അപ്പൊ മൂവ്മെന്റും ലൊക്കോമോഷനും തമ്മിലുള്ള വ്യത്യാസം? ബട്ടർഫ്ലൈനെ കൺസിഡർ ചെയ്യുമ്പം അവർ ചിറകിട്ടടിക്കുന്നില്ലേ, അതിനെ മൂവ്മെന്റ് എന്നാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എനി ബോഡി പാർട്ട്, ആ ഒരു പൊസിഷനിൽ തന്നെയുള്ള ഒരു ബോഡി പാർട്ടിന്റെ ചലനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, അതിനെയാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ബട്ടർഫ്ലൈനെ കൺസിഡർ ചെയ്യുക, പൂമ്പാറ്റിനെ കൺസിഡർ ചെയ്താൽ വി ക്യാൻ ഒബ്സർവ് ബോത്ത്, മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ലോക്കോമോഷൻ ഒബ്സർവ് ചെയ്യാം. അവർക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് മൂവ് ചെയ്യാൻ പറ്റില്ലേ? സോ നമുക്ക് മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ലോക്കോമോഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു ചെടീനെ കൺസിഡർ ചെയ്തേ, ചെടിക്ക് ലോക്കോമോഷൻ പോസിബിൾ ആണോ? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നടക്കുന്ന ചെടീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പറന്നു പോകുന്ന ചെടീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. സോ ലോക്കോമോഷൻ ഇസ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ്. പക്ഷെ അവർക്ക് മൂവ്മെന്റ് പോസിബിൾ ആണ് അല്ലേ? അവർക്ക് ഒരു ഇങ്ങനെ അവരുടെ ബോഡി സൺലൈറ്റ് വരുന്നതനുസരിച്ച് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്ത് മൂവ് ചെയ്യാനും അങ്ങനെ ഒരു ചലനത്തിന് അവർക്ക് സാധ്യമാണ് അല്ലേ? സോ മൂവ്മെന്റ് ഇസ് പോസിബിൾ ബട്ട് ലോക്കോമോഷൻ ഇസ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ്. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ടേംസ് ആണ് ലോക്കോമോഷനും മൂവ്മെന്റും. എന്താണ് ലോക്കോമോഷനും മൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം? ലോക്കോമോഷൻ ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി എൻറ്റയർ ബോഡി. ആ ബോഡി ഫുള്ള് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറുന്നതിനാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. മൂവ്മെന്റ് പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഒക്കറിങ് എനി വൺ പാർട്ട് ഓഫ് ദി ബോഡി, എനി വൺ പാർട്ട് അല്ലെ എനി പാർട്ട് ഓഫ് ദി ബോഡിയിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നതിനെയാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടല്ല. Okay, so that is the basic difference between locomotion and movement. Okay, അപ്പൊ അതിന് കുറച്ച് ലോക്കോമോഷന്റെ ഒക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ഒരു ബേർഡ് ഉണ്ട്. ഓക്കെ, സോ they travel every year. അവർ എല്ലാ വർഷവും ഒരു നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട്, ഫോർ എക്സാമ്പിൾ ആർട്ടിക് സമ്മറിൽ നിന്ന് അന്റാർട്ടിക് സമ്മറിലോട്ട് അവർ പോവും. ഒരു വർഷത്തില് എല്ലാ വർഷവും ടു ആൻഡ് ഫ്രോ, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട്, ദാറ്റ് ഈസ് ആർട്ടിക് സമ്മർ ടു അന്റാർട്ടിക് സമ്മറിലോട്ട് അവർ മൂവ് ചെയ്യും. ഓക്കെ, അത് എന്തിനാണെന്നറിയാവോ? അന്റാർട്ടിക് സമ്മറിലോട്ട് അവർ മൂവ് ചെയ്യുമ്പോൾ എന്താ അവർക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ അവർ സമ്മർ സൺലൈറ്റിനെ ബേസ് ചെയ്തിട്ട് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഇതേ പിടിക്കാനൊക്കെ ആ ഒരു അന്റാർട്ടിക് സമ്മറിലുള്ള ലൈറ്റിന് ഉപകരിക്കും. ഓക്കെ, സൺലൈറ്റ് ഇല്യൂമിനേറ്റ്സ് ദ ഗ്രൗണ്ട് ആൻഡ് ദി ഓഷ്യൻ സർഫസ്. ആ ഗ്രൗണ്ടും ഓഷ്യൻ സർഫസും എല്ലാം സൺലൈറ്റ് കാരണം കാണാൻ പറ്റും അവർക്ക്. സോ ദ ബേർഡ്സ് ക്യാൻ സീ ഫിഷ് ഓർ ഇൻസെക്ട്സ് മോർ ക്ലിയർലി. അതുകൊണ്ടാണ് അവിടെ ഫുഡിന് വേണ്ടിയുള്ള ഇൻ സെർച്ച് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഇൻ സെർച്ച് ഓഫ് സമ്മർ സൺലൈറ്റ്, അതിന് വേണ്ടിയിട്ടാണ് ഇവര് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നത്, ആർട്ടിക് ടേൺസ്. ഓക്കെ, നോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മൊണാർക്ക് ബട്ടർഫ്ലൈ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് അവർക്ക് നോർത്തേൺ ക്ലൈമറ്റിലുള്ള ആ ഒരു ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അവിടെ ഒന്നും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അവർക്ക് ഇങ്ങനെ ക്ലൂ കിട്ടും, ഭയങ്കര വിന്റർ വരാൻ പോവാണ്, അങ്ങനെ അവർക്കൊരു ക്ലൂ കിട്ടും. ഒരു എൻവയറമെന്റൽ ആയിട്ടുള്ള ഒരു എബിലിറ്റി അവർക്കുണ്ട്. ഓക്കെ, അവർക്ക് കിട്ടുന്ന ഒരു കഴിവാണ്. സോ ആ ഒരു എൻവയറമെന്റൽ ക്യൂസും ഒക്കെ വെച്ചിട്ട് മൊണാർക്ക് ബട്ടർഫ്ലൈക്ക് അവർക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് സൗത്തിലോട്ട് ട്രാവൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ ലൈക്ക് ആ ഒരു ക്ലൈമറ്റ് മാറ്റത്തിന് വേണ്ടിയിട്ടാണ് മൊണാർക്ക് ബട്ടർഫ്ലൈ സൗത്തിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹംബാക്ക് വെയിൽ. ഓക്കെ, ഈ ഹംബാക്ക് വെയിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ 5000 കിലോമീറ്റേഴ്സ് വരെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്തോരം ഡിസ്റ്റൻസ് ആണല്ലേ? മനുഷ്യന്മാർക്കൊന്നും ഒട്ടും പറ്റത്തില്ല അല്ലെ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയും കിലോമീറ്റേഴ്സ് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മൾ ഫ്ലൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ ഹംബാക്ക് വെയിൽ എന്നൊക്കെ പറയുന്നത് ദേ ഹാവ് ടു സ്വിം അല്ലെ, എന്ത് പാടാണല്ലേ? സോ ദേ ട്രാവൽസ് അപ് ടു 5000 കിലോമീറ്റേഴ്സ്. അത് എന്തിനു വേണ്ടിയിട്ടാ?
in search of food and also for reproduction. ഓക്കെ, അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡാണ് ഫുഡും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി, ഫുഡ് ആൻഡ് റീപ്രൊഡക്ഷൻ, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ദ ട്രാവൽ അപ് ടു 5000 കിലോമീറ്റേഴ്സ്. ഓക്കെ, സോ ഈ 3 എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്തിരിക്കുക: ആർട്ടിക് ടേൺസ്, മൊണാർക്ക് ബട്ടർഫ്ലൈ ആൻഡ് ഹംബാക്ക് വെയിൽസ്. ഓക്കെ, ഇതൊക്കെ ഇവിടെ നമ്മൾ ലോക്കോമോഷൻ ആണ് കണ്ടത് അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ കണ്ടത്. പ്ലാന്റ്സിൽ അത് കാണുമോ? ഇല്ല, ലോക്കോമോഷൻ പ്ലാന്റ്സിൽ കാണത്തില്ല, പക്ഷെ മൂവ്മെന്റ് പ്ലാന്റ്സിൽ കാണും അല്ലെ. ഈ മൂവ്മെന്റ് എങ്ങനെയാണ് പ്ലാന്റ്സിൽ കാണുന്നത്? കുറെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് നമുക്ക് പ്ലാന്റ്സിലൊക്കെ കാണാൻ പറ്റും. അതായത് വാട്ടർ വരുന്നതിനനുസരിച്ച്, സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച്, ഓക്കെ, അങ്ങനെ പിന്നെ കെമിക്കൽസിന്റെ മൂവ്മെന്റ് അനുസരിച്ച്. സോ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വഴി പ്ലാന്റ്സിന് മൂവ്മെന്റ് പോസിബിൾ ആണ്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ അടുത്തൊരു സെഷനിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ എൻഡോസ്കെൽട്ടൺ എന്താണെന്ന് പറഞ്ഞു, എക്സോസ്കെൽട്ടൺ എന്താണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഒരു 3 എക്സാമ്പിൾസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു 3 എക്സാമ്പിൾസ്, അതായത് സ്കെൽട്ടൺ ഇല്ലാതെ ലൊക്കോമോഷൻ നടക്കുന്ന ഒരു 3 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പാരമീസിയം പറഞ്ഞു, പാരമീസിയത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് സീലിയ, യുഗ്ലിനയുടെ കേസിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലജല്ല, ആൻഡ് എർത്ത് വർംസിന്റെ കേസിൽ സീറ്റെ അല്ലെ. സീറ്റെ മാത്രമല്ല, സർക്കുലർ മസിൽസും ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ലോക്കോമോഷനും മൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു അല്ലെ. ലോക്കോമോഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു എനി പാർട്ട് ഓഫ് ദി ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നതിനാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ലൊക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി എൻറ്റയർ ബോഡി, അതിനാണ് നമ്മൾ ലൊക്കോമോഷൻ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ആർട്ടിക് ടേൺസിന്റെ കാര്യം പറഞ്ഞു, മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ കേസ് പറഞ്ഞു, ആൻഡ് ഓൾസോ ഹംബാക്ക് വെയിലിന്റെ കേസും പറഞ്ഞു. ഓക്കെ, ഹംബാക്ക് വെയിൽസ് എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത് ഇത്രയും കിലോമീറ്റേഴ്സ്, 5000 കിലോമീറ്റേഴ്സ്? ഫുഡിനും റീപ്രൊഡക്ഷനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയില്ലേ? ഈ ഒരു സെഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ? ഓക്കെ, അപ്പം ഇത്രയും സെഷൻ നിങ്ങൾ ഇത്രയും ഒരു കുഞ്ഞു കാര്യമേ ഉള്ളൂ. എൻഡോസ്കെൽട്ടൺ എന്താണ്, എക്സോസ്കെൽട്ടൺ എന്താണ്, ലൊക്കോമോഷൻ എന്താണ്, മൂവ്മെന്റ് എന്താണ്, തീർന്നു, ഈ സെഷൻ തീർന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. Manorama Horizon, learning made simple.